ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസൊക്കെ ഇങ്ങനെ അടുത്തെത്തി. നിങ്ങളെല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലായിരിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരുക്കമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നൊരു വട്ടയപ്പമാണ്. നമുക്ക് ക്രിസ്മസിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ അരിയൊന്നും അരക്കാതെ നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഇടിയപ്പം അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി, നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊക്കെ ഇടാൻ മറക്കരുത്. നമ്മൾ ഒത്തിരി ക്രിസ്മസ് റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈസ്റ്റ് കലക്കി വെക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും കൂടുതൽ ചൂടൊന്നും പാടില്ല, നേരിയ ചൂടുള്ള വെള്ളം മതി. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് പൊങ്ങാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി അപ്പത്തിനായി കപ്പി കാച്ചി എടുക്കണം. ഞാനിവിടെ കപ്പി കാച്ചി എടുക്കാനായിട്ട് റവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അരിപ്പൊടി വെച്ചും കപ്പി കാച്ചി എടുക്കാം, പക്ഷെ റവ കൊണ്ട് ഇങ്ങനെ കപ്പി കാച്ചി ചേർക്കുമ്പോഴത്തേക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി കപ്പി കാച്ചുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ സ്റ്റവിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട പിടിക്കുകയും സോസ് പാനിൽ പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ റവ നന്നായിട്ട് തിളച്ച് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നന്നായിട്ട് കുറുക്കിയെടുക്കണം. റവ നന്നായിട്ട് കുക്കായി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് അപ്പത്തിന് ആവശ്യമായ തേങ്ങയാണ്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കപ്പി കാച്ചി വെച്ചിരിക്കുന്നതും ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കും. ഇപ്പൊ നമ്മൾ കപ്പി കാച്ചി വെച്ചത് നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് കലക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതും പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. കൂടുതൽ സമയം അടിക്കേണ്ട, 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ റവയിലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞു കിട്ടും. അപ്പത്തിന്റെ മാവ് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു വലിയ ബൗളിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന നിറപറയുടെ ഇടിയപ്പത്തിന്റെ പൊടിയാണ്. ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കപ്പി കാച്ചിയതും ഈസ്റ്റും കൂടെയുള്ള ആ മിക്സും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ബാറ്റർ നല്ല തിക്കാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. വട്ടയപ്പത്തിന്റെ മാവ് കലക്കി വരുമ്പോഴത്തേക്ക് ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം നമ്മൾ കലക്കി എടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം കൂടി പോകാൻ പാടില്ല. നമുക്ക് ഇതിൽ പഞ്ചസാരയും കൂടി ചേർക്കാനുള്ളതാണ്. ഇനി ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പത്തിനുള്ള മാവ് ഇപ്പൊ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എനിക്കധികം മധുരം ആവശ്യമില്ലാത്തതാണ് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പം കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര മതി. വെറുതെ മധുരം ഇട്ട അപ്പമാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇടാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ മാവ് ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. നാട്ടിലെ ചൂട് കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ 6 തൊട്ട് 8 മണിക്കൂർ കൊണ്ടൊക്കെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പൊ തണുപ്പ് സ്ഥലത്താണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ വേണം മാവ് പൊങ്ങി കിട്ടാനായിട്ട്. ഇവിടെ ഇപ്പൊ കുറച്ച് തണുപ്പായത് കാരണം മാവ് പൊങ്ങി കിട്ടാനായിട്ട് ഒരു 12 മണിക്കൂറൊക്കെ എടുത്ത്. ഇനി പാൻ തുറന്ന് നോക്കാം. ഇപ്പൊ മാവ് ഈ കാണുന്ന പോലെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഏലക്കപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ വട്ടയപ്പം 2 വിധത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലിത്തട്ടില് മാവ് ഒഴിച്ച് മിനി വട്ടയപ്പമായും പ്ലേറ്റിൽ ഒഴിച്ച് വലിയ വട്ടയപ്പമായിട്ടും 2 വിധത്തിൽ ചെയ്യുന്നുണ്ട്. മിനി വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലിത്തട്ടിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലിത്തട്ടിൽ മാവ് നിറച്ചൊഴിക്കേണ്ട. അപ്പം കുക്കായി വരുമ്പോഴത്തേക്കും കുറച്ച് പൊങ്ങി വരും. കൂടുതൽ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകി വരും. അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി പ്ലേറ്റിലേക്ക് പാകത്തിന് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്ലേറ്റിന്റെ 1/2 ഭാഗം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കായി വരുമ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൊന്തി വരും. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് നമുക്ക് ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി പാത്രം മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി തുറന്ന് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കശുവണ്ടിയും മുന്തിരിയൊക്കെ നെയ്യിൽ നേരിട്ട് വറുത്ത് വെച്ചതാണ്. വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടില്ല, ആ ഭാഗം വിട്ടുപോയതാണ്. ഒന്ന് കുറച്ച് കുക്കായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആദ്യമേ ഇട്ടിട്ടുണ്ടെങ്കിൽ നട്ട്സ് ഒക്കെ താഴേക്ക് പോകും. വീണ്ടും പാൻ മൂടിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10-15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇനി ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന മിനി വട്ടയപ്പം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇഡ്ഡലിപ്പാത്രം തുറന്ന് അതിന്റെ പുറത്തേക്ക് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. അപ്പം കുറച്ച് ചൂടെല്ലാം മാറി തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്താൽ മതി. നല്ല സോഫ്റ്റ് സ്പോഞ്ചി അപ്പമായതോടെ നമ്മൾ തണുക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിയെല്ലാം പോകും. നല്ല പഞ്ഞു പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റിയുമായ നമ്മുടെ വട്ടയപ്പം റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.